പുനർജനി എന്ന് പേരിട്ട ഒരു പവിത്രമായ പദ്ധതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പദ്ധതിയെ പോലും സംശയത്തിൻ്റെ നിഴൽ നിർത്തിക്കൊണ്ട് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേരിൻ്റെ പക്ഷത്തെ ജനകീയ നായകനായിട്ടുള്ള ജനകീയ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെ കരിവാരി തേക്കാൻ വേണ്ടി ഒരു അജണ്ട കൃത്യമായി CPM-ൻ്റെ അജണ്ടയായിക്കൊണ്ട് അദ്ദേഹത്തിനെ കരിവാരി തേക്കാൻ വേണ്ടി പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതി പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ആളുകൾ ഇന്ന് നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. ഒരിക്കൽ കൂടി കേരള ജനതയെ പറ്റിക്കാനുള്ള ഒരു പുതിയ പദ്ധതിയുമായിക്കൊണ്ട് ആലോചനയുമായിക്കൊണ്ട് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് വരികയാണ്. നമ്മൾ കാണേണ്ടത് നവകേരള സദസ്സ് ആദ്യം നടത്തി, ഇപ്പോൾ രണ്ടാമത് നവകേരള സദസ്സുമായിട്ട് വീണ്ടും കടന്നു വരികയാണ്. നവകേരള നിർമ്മിതി എന്നാണ് പറയുന്നത്. വീണ്ടും ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ ഒരു ദുരന്തം നേരിട്ട സാഹചര്യത്തിൽ കിറ്റ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു എങ്കിൽ ഇന്ന് വീണ്ടും 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇതാ ഒരു തട്ടിപ്പുമായിക്കൊണ്ട് നവകേരള നിർമ്മിതി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ ഒരാവശ്യം പോലും പരിഗണിക്കാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്, കൃത്യമായ കാര്യമാണ്. കാരണം 200 ചില്ലാണം ദിവസം ഈ കേരളത്തിനകത്ത് വെയിലും മഴയും കൊണ്ട് പാവം സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന വർഗത്തിന് പ്രതികരിക്കുന്ന ആശാ വർക്കർമാർ ഒരു 10 രൂപ കൂട്ടിത്തരാൻ വേണ്ടി, സ്വന്തം വേതനം കൂട്ടിത്തരാൻ വേണ്ടി ഈ തെരുവിൽ സമരം ചെയ്തിട്ട് അവർക്ക് വേണ്ടി കമ എന്ന് ഒരക്ഷരം മിണ്ടാത്ത മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഭരിക്കുന്ന LDF സർക്കാരുമാണ് നവകേരള നിർമ്മിതി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി വീണ്ടും മുന്നോട്ട് വരുന്നത്.